ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഔഷധ സസ്യമാണ് പൊന്നാങ്കണ്ണിച്ചീര. പേര് പോലെ തന്നെ ഈ പൊന്നാങ്കണ്ണിച്ചീര കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ കാഴ്ചശക്തി കൂടുന്നതിനുമൊക്കെ സഹായിക്കുന്നു. ഇതുപോലെ തന്നെ പൊന്നാങ്കണ്ണിച്ചീര നട്ടു വളർത്താനും വളരെ എളുപ്പമാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊന്നാങ്കണ്ണിച്ചീര കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ വയറ്റിലെ അസുഖങ്ങൾക്കും കുടൽ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പാടത്തും പറമ്പിലുമൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ പൊന്നാങ്കണ്ണിച്ചീര. ഇതിന് ചീരയിലയുടെ വലിപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ ഇലകളാണ് ഈ പൊന്നാങ്കണ്ണിച്ചീരയ്ക്കുള്ളത്. അതുപോലെ തന്നെ വളരെ ചെറിയ വെളുത്ത പൂക്കളും ഇതിൽ ഉണ്ടാവാറുണ്ട്. പൊന്നാങ്കണ്ണിച്ചീര നട്ടു വളർത്താനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് നട്ടു വളർത്താൻ പറ്റും. പൊന്നാങ്കണ്ണിച്ചീര നമ്മൾ നട്ടു വളർത്തുമ്പോൾ നല്ല വെയിലത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലകൾക്കൊക്കെ ഈ ഒരു ചുവപ്പ് നിറമായിരിക്കും. ഈ ഒരു ചട്ടിയിൽ കാണുന്ന പൊന്നാങ്കണ്ണിച്ചീര നമ്മുടെ ടെറസിന് മുകളിലിരുന്നതാണ് കേട്ടോ. ടെറസിന് മുകളിലൊക്കെ നല്ല വെയിലല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ചുവപ്പ് നിറത്തിലായിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു തണ്ട് ഒടിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു തണ്ട് ഒടിച്ചിട്ട് നട്ടു കൊടുത്തിരിക്കുന്നതാണ് ഈ ചട്ടിയിലൊക്കെ. ഇതധികം വെയിലൊന്നും കിട്ടാത്ത സ്ഥലത്തായതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറമാണ്. നമ്മുടെ ഈ ചട്ടിയിൽ നിൽക്കുന്ന പൊന്നാങ്കണ്ണിച്ചീരയുടെ ഇലകളും തണ്ടുകളും ഒക്കെ കറി വയ്ക്കുന്ന പരുവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുക്കാൻ വൈകിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയായത്. നമുക്ക് പൊന്നാങ്കണ്ണിച്ചീര കറി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലുള്ള തണ്ടുകൾ വേണം എടുക്കാനായിട്ട്. ഈ തണ്ടുകളും ഇലകളും കൂടി നന്നായി കഴുകി അരിഞ്ഞ് നമ്മൾ ചീരയൊക്കെ കറി വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് കറി വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഈ പൊന്നാങ്കണ്ണിച്ചീര ദിവസവും നമുക്ക് കറി വെച്ച് കഴിക്കാനും നല്ലതാണ്. പൊന്നാങ്കണ്ണിച്ചീര നമുക്ക് കറി വെച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കുന്നത് നല്ലതാണ്. ഈ രണ്ട് തരത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പൊന്നാങ്കണ്ണിച്ചീരയ്ക്ക് അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തോ തണലുള്ള സ്ഥലത്തോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് നട്ടു വളർത്താം. അതുപോലെ തന്നെയാണ് ഇതിന് അധികം വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മാത്രം ചേർത്ത പോട്ടി മിക്സിൽ നട്ടു കൊടുത്താലും മതി. ഈ പൊന്നാങ്കണ്ണിച്ചീര നമുക്ക് നിലത്ത് നടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ചട്ടികളിലൊക്കെ നട്ടു വളർത്തുന്നതാണ്. കാരണം മണ്ണിലൊക്കെ നടുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിലേക്ക് മണ്ണൊക്കെ നിറച്ചാവാനുള്ള സാധ്യതയുണ്ട്. ചട്ടികളിലൊക്കെ ആയാൽ അത്രയധികം അഴുക്കൊന്നുമില്ലാതെ തന്നെ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ചെറിയ തണ്ടുകൾ ഒടിച്ച് കുത്തി കൊടുത്താൽ മതി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ നമുക്ക് വേരുകളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ അങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ള തണ്ടാണ് കേട്ടോ. ഇതിലൊക്കെ നിറയെ വേരുകളാണ്. ഇതൊരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചട്ടി നിറയെ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. പൊന്നാങ്കണ്ണിച്ചീര കറി വെച്ച് കഴിച്ചാലും അതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ചീരയുടെ ഒക്കെ പോലെ തന്നെയുള്ള ടേസ്റ്റാണ് ഇതിനുള്ളത്. എല്ലാവർക്കും കഴിക്കാനും ഇത് ഇഷ്ടമാണ്. ഇന്നൊക്കെ വാണിജ്യാടിസ്ഥാനത്തിലും ധാരാളം പേർ ഈ പൊന്നാങ്കണ്ണിച്ചീര കൃഷി ചെയ്യുന്നുണ്ട്.
അതുപോലെ ഈ പൊന്നാങ്കണ്ണിച്ചീര നട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന കൊടുക്കുകയും വേണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.